ഊബർ ഓടിക്കുമ്പോൾ അതിനകത്ത് ടോളിന്റെ പൈസ വരുന്നുണ്ട്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു ട്രിപ്പ് എടുത്ത് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ടൗണിൽ നിന്ന് ട്രിപ്പ് എടുത്ത് എയർപോർട്ടിലേക്ക് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ ടൗണിൽ നിന്നുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇന്റർസിറ്റി പോവുകയാണെങ്കിലോ ഒക്കെ ടോളിന്റെ പൈസ വരും. അത് കസ്റ്റമർ അടയ്ക്കോ അതോ നമ്മൾ അടയ്ക്കണോ എന്നുള്ള സംശയം പുതുതായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ ടോള് റീചാർജ് ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. സ്കാനർ കാണും, അതല്ലെങ്കിൽ വണ്ടി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ടോൾ റീചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പൈസ ടോൾ അടച്ചു കഴിഞ്ഞ് അത് ടോൾ പ്ലാസ നമ്മൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ പൈസ അതിനകത്ത് നിന്ന് കട്ടാവും. ഈ പൈസ എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഊബർ അക്കൗണ്ടിലേക്ക് നമുക്ക് റീഫണ്ട് ആയിട്ട് ആഴ്ചയിൽ വീക്കെൻഡ് നമുക്ക് റീഫണ്ട് ആയിട്ട് ആ പൈസ കുറയ്ക്കും. നമ്മളൊരാഴ്ച എന്ത് കഴിഞ്ഞാൽ 2000 രൂപ 2500 രൂപയോളം നമ്മുടെ കയ്യിലെ പൈസ അങ്ങോട്ട് മുടക്കിയിട്ടുണ്ടാവും ടോൾ റീചാർജ് ചെയ്തിട്ട്. അപ്പൊ ആ പൈസ വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് തരും. ഇപ്പോൾ വണ്ടീന്റെ വാടക ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 7000 രൂപ വണ്ടീന്റെ വാടക ആയിരുന്നു കൂട്ടുക. അത്ര ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് 2500 ആണ് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ പൈസ അതിനകത്ത് നിന്ന് കുറച്ചിട്ട് ബാക്കി പൈസ നമ്മൾ അടച്ചാൽ മതി. അത് ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാഹനം എന്തെങ്കിലും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും വണ്ടി നമ്മളെ തട്ടിയിട്ട് നിർത്താണ്ട് പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മുടെ ഫോൺ എടുത്ത് ആ വണ്ടിയുടെ ഫോട്ടോ നിർബന്ധമായിട്ട് എടുത്തു വെക്കുക. അപ്പൊ തന്നെ സ്പോട്ടിൽ എടുക്കുക. അല്ലെങ്കിൽ നമ്മളെ പുറകിലുള്ള കസ്റ്റമർ എടുത്ത് വേഗം ഒന്ന് ആ വണ്ടീന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയാ. നമ്മൾ അതുപോലെ തന്നെ വേഗം ആ വണ്ടിയുടെ നമ്പർ ഫോട്ടോ എടുത്ത് വെക്കുക. എടുത്ത് വെച്ച് അത് മാനേജറുമായി, നമ്മളെ വണ്ടിയുടെ ഈ കമ്പനിയിൽ നിന്ന് നമുക്കൊരു മാനേജറുടെ നമ്പർ നമ്മുടെ കയ്യിലുണ്ടാവും. ആ മാനേജറെ വിളിച്ചറിയിക്കുക, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വണ്ടി തട്ടിയിട്ടുണ്ട്, കാര്യങ്ങൾ പറയാം. അപ്പൊ മാനേജർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ചെറിയ പരിക്ക് തട്ടപ്പെട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി വിടാനോ പറയും. അങ്ങനെ വിളിക്കാൻ പറയുകയാണെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരെന്നെ സ്റ്റേഷനിലെ നമ്പർ വരിക, അല്ലെങ്കിൽ അവരെന്നെ കോൺടാക്ട് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. പിന്നെ അടുത്തത് കസ്റ്റമറായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, കസ്റ്റമറായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് മാന്യമായിട്ട് തന്നെ, മാക്സിമം മാന്യമായിട്ട് തന്നെ സംസാരിച്ച് അവരെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള പേയ്മെന്റ് വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക. മാക്സിമം ലോങ് ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ അവർ പേയ്മെന്റ് ആദ്യം വാങ്ങിയെടുക്കുക. കാര്യം പേയ്മെന്റ് വാങ്ങാതെ പ്രശ്നം കാര്യങ്ങളായി അവർ പേയ്മെന്റ് തരാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേയ്മെന്റ് കിട്ടില്ല. പിന്നെ നമ്മൾ ട്രിപ്പ് ഫിനിഷ് ആക്കി കഴിഞ്ഞതിന് ശേഷം കസ്റ്റമർ കെയറിലും പിന്നെ നമ്മളെ കമ്പനിയിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ കസ്റ്റമർ കെയറിൽ നിന്ന് അവർ പൈസ തരുമെന്ന് പറയും. പക്ഷെ എപ്പോഴാണ് കിട്ടുക, എങ്ങനെ കിട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. കിട്ടൂല്ലെന്നും അറിയില്ല. കസ്റ്റമർ പൈസ അടക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മാക്സിമം പേയ്മെന്റ് വാങ്ങിയെടുക്കുക. ചെറിയ ചെറിയ ട്രിപ്പൊക്കെയാണ് അവർ വല്ലാത്തൊരു ഉപദ്രവമാണ്. സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്ത് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. തുടക്കത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കല്ലേടിയാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ അവരവിടെ നിർത്തുക. ഞങ്ങൾക്ക് പറ്റില്ല, വേറെ ട്രിപ്പ് എടുത്തോളി, വേറെ വണ്ടി നോക്കിയോ എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കി വിടാം. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 സ്റ്റാർ കിട്ടും, അല്ലെങ്കിൽ 2 സ്റ്റാർ കിട്ടും, അല്ലെങ്കിൽ 1-2 റിപ്പോർട്ട് അടിക്കും വരും. വണ്ടി ക്ലീൻ അല്ല, കസ്റ്റമർ ശരിയല്ല, ഡ്രൈവർ ശരിയല്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് അടിക്കും. അത് മാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വരാനില്ല. പിന്നെ വള്ളിയാണെന്ന് അറിഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോയി അത് കുഴപ്പമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു വാടക എത്ര കൂടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. അത് രണ്ടാമത്തെ കാര്യം. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടീന്റെ ടയർ പഞ്ചറും കാര്യങ്ങളൊക്കെ അത് പല കമ്പനിയും പല രീതിക്കാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന കമ്പനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം. ടയർ പഞ്ചർ കൈ കഴിഞ്ഞാൽ 100 രൂപ 120 രൂപ പല സ്ഥലത്തും പല റേറ്റാണ്. 80 രൂപയ്ക്ക് ചെയ്ത് തരുന്ന ആൾക്കാരാണ്. മാനേജറെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യണം ചെറിയ ചെറിയ പണികളൊക്കെ. നമ്മുടെ ഫോണ് നമ്മൾ വരുമ്പോൾ അധികം ആൾക്കാർ ഒരു ഫോണും കൊണ്ടായിരിക്കും വരിക. ഒരു ഫോണും കൊണ്ട് വന്നു കഴിഞ്ഞാല് നമ്മള് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വർക്ക് ചെയ്തെന്ന് വരും. ചിലപ്പോൾ ഫോൺ ഫുൾ സ്ലോ ആയിരിക്കും. 24 മണിക്കൂറും ഊബർ ആപ്ലിക്കേഷൻ വർക്കിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ലൊക്കേഷൻ വർക്കിംഗ് ആയിരിക്കും. നെറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് കോൾ വരുമ്പോൾ നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് നമ്മൾ കോളിലും ആയിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചില സമയത്ത് ചൂടാവും. നല്ല ഫോൺ നല്ലോണം ഗ്ലാസിന്റെ സൈഡിൽ തന്നെ വെക്കുന്നതുകൊണ്ട് നല്ലോണം ചൂടാവും. അങ്ങനെ ചൂടാവുന്ന സമയത്തൊക്കെ ചിലപ്പം അതിന്റെ ഐസിയൊക്കെ അടിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, വണ്ടിയിൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, രാത്രിയാണെങ്കിൽ നമ്മൾ കസ്റ്റമർ എടുത്ത് അങ്ങോട്ട് പോകാനുള്ള ലൊക്കേഷൻ ഒന്ന് വരെ ഫോണിൽ ഇടിപ്പിക്കുക, നേരെ അവിടെ കൊണ്ടിറക്കി കൊടുക്കുക. എത്രയാണ് അവരെ ഫോണിൽ കാണിക്കുന്നത് ആ പൈസ അക്കൗണ്ടിലേക്ക് മേടിക്കുക. ട്രിപ്പ് ഫിനിഷ് ആക്കേണ്ട കാര്യമില്ല. ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ഫിനിഷ് ആക്കാൻ പറ്റില്ല. എന്നിട്ടൊന്ന് കസ്റ്റമർക്ക് എല്ലാം അവരുടെ തന്നെ ഒന്ന് വിളിച്ച് പറയാൻ പറയാ, ഫോൺ കംപ്ലൈന്റ് ആയിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് ട്രിപ്പ് ഫിനിഷ് ആക്കിയിട്ടില്ല, അവരെ കൊണ്ട് വിളിച്ച് പറയാൻ വേണ്ടി പറയാം. അത് കഴിഞ്ഞതിന് ശേഷം രാത്രിയാണെങ്കിൽ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് മൊബൈൽ ഷോപ്പിന്റെ കട കാണുന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി അവിടുന്ന് രാവിലെ തന്നെ അത് നന്നാക്കിയിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് റൂമിലേക്കുള്ള ലൊക്കേഷൻ അറിയില്ല, പുതുതായിട്ട് വന്ന ആൾക്കാരാണ്, റൂമിലേക്കുള്ള ലൊക്കേഷൻ അറിയില്ല, വഴി അറിയില്ല, ആകെ എന്താ പറയാ പെട്ടുപോകും. അത് ഇതേപോലത്തെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. വണ്ടിക്കകത്താണെങ്കിൽ ലേഡി കസ്റ്റമർ ഉണ്ടായിരുന്നു, ആകെ പെട്ടുപോയി. പിന്നെ അവർക്ക് വഴി അറിയാവുന്നുണ്ട്, അവരുടെ ലൊക്കേഷനിൽ പോയി ആളിറക്കി അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പ്. പെട്ടെന്ന് മനസ്സിലാവില്ല, മൊബൈലിന്റെ ഫോട്ടോ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അധികം കർണാടക ലാംഗ്വേജിലായിരിക്കും അവർ പിന്നെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവുക. പിന്നെ ഫോണിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നേരെ അവിടെ സൈഡാക്കിയിട്ട് രാവിലെ തന്നെ
ഫോൺ റെഡിയാക്കി അവരുടെ അടുത്ത് കാര്യം സംസാരിച്ചു. ഗൂഗിൾ പേ മാത്രം, ക്യാഷ് കയ്യിലില്ല, ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ, നന്നാക്കി തരണം നിർബന്ധമായിട്ടാണ്. അങ്ങനെ IC പോയതായിരുന്നു. അങ്ങനെ അത് 2500 രൂപ എടുത്ത് ഇങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തു ചൂടാക്കിയിട്ട്. അങ്ങനെ അത് നന്നായി കിട്ടി. അപ്പൊ അതേപോലെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ കൂടെ ഇത് ഉൾപ്പെടുത്തിയത്. കമന്റ് ചെയ്യാം, ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഈ പല വീഡിയോയ്ക്ക് താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോയ്ക്ക് ഇപ്പൊ ഇടുന്നില്ല. ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി അതിനകത്ത് നിന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എല്ലാ മറുപടിയും തരുന്നതായിരിക്കും.